ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതു വിധേനയും ജയിക്കാൻ എന്ത് പണികളും ബി.ജെ.പിയും നരേന്ദ്രമോദിയും കാണിക്കുമെന്ന് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ്. അതിനെ ശരിവെക്കുന്ന തരത്തിലാണ് ബീഹാറിലെ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം മുന്നോട്ട് പോകുമ്പോൾ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ബി.ജെ.പിയുടെ പ്രമുഖ നേതാക്കളുടെ എല്ലാം വായിൽ നിന്ന് വരുന്ന വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബി.ജെ.പിയെ സംബന്ധിച്ച് ഏത് തെരഞ്ഞെടുപ്പിലും അവർ പയറ്റുന്നത് വർഗീയ രാഷ്ട്രീയമാണ്, മതരാഷ്ട്രീയമാണ്, വിഭജന രാഷ്ട്രീയമാണ്, വിഭാഗീയ രാഷ്ട്രീയമാണ്. അവർ മതത്തെയും വർഗീയതയെയും ജാതീയതയും ഒക്കെ തന്നെ കുത്തി ഉണർത്തിക്കൊണ്ട് ആ രീതിയിലുള്ള വികാരം സമൂഹത്തിൽ പടർത്തി അത്തരത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ചും ഒക്കെ തന്നെ ധ്രുവീകരണം നടത്തിയും തങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ടുകൾ ചെയ്യിപ്പിച്ച് അധികാരത്തിലെത്തുക എന്ന് പറയുന്ന നാറിയ രാഷ്ട്രീയത്തിന്റെ ആൾക്കാരാണ്, പ്രചാരകരാണ് ബി.ജെ.പിയും സംഘപരിവാറും. ഇക്കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിട്ടാണ് അയോധ്യയിൽ അവർ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാമക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രത്തിന് അവർ പ്രതിഷ്ഠ നടത്തി മുന്നോട്ട് പോയത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമായിരുന്നു. ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് തന്നെ ശരിയായ രീതിയിലൊന്നുമായിരുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അവിടെ പ്രതിഷ്ഠ നടത്തിയത്. സാധാരണ ഒരു ക്ഷേത്രത്തിന് പ്രതിഷ്ഠ നടത്തുക എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിലെ തന്ത്രിയോ ഒക്കെ തന്നെയാകും. ഇവിടെ മറിച്ച് നരേന്ദ്രമോദി തനിക്കൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പൊളിറ്റിക്കലായിട്ടുള്ള മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി തന്നെ അവിടെ ആ പ്രതിഷ്ഠ നടത്തുന്ന കാഴ്ച കണ്ടു. അവിടെ നിന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ മാറ്റി നിർത്താൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു എന്ന കാര്യവും നമ്മളെല്ലാം ഓർക്കണം. അത്തരത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, വിധി സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പൊടുന്നനെ രാമക്ഷേത്ര നിർമ്മാണം അവർ പൂർത്തിയാക്കുകയും അവിടെ പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തത്. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുക, ഒരു രാമരാജ്യമാക്കുക എന്ന RSSന്റെയും സംഘപരിവാറിന്റെയും ദീർഘകാലമായിട്ടുള്ള പ്രചാരണങ്ങൾക്ക് ഒരു പരിസമാപ്തിയിലേക്ക് എത്തുക എന്നതിന്റെ ഒരു സംഭവമായിരുന്നു ഈ പറയുന്ന രാമക്ഷേത്ര നിർമ്മാണവും അതിന്റെ പ്രതിഷ്ഠാ കർമ്മങ്ങളും ഒക്കെ തന്നെ. അവിടെ നിന്നും വലിയ രീതിയിൽ ഈ പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാമെന്ന് ബി.ജെ.പി പ്രതീക്ഷിച്ചുവെങ്കിലും അവർക്ക് വലിയ ഒരു തിരിച്ചടി നേരിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ അയോധ്യ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അയോധ്യ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം നിയമസഭാ സീറ്റുകളുള്ള, ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ്. 401 നിയമസഭാ സീറ്റുകളും 80 ലോക്സഭാ സീറ്റുകളുമാണ് ഉത്തർപ്രദേശിലുള്ളത്. അതുകൊണ്ട് തന്നെ പണ്ട് മുതൽക്കേ ഒരു ചൊല്ലുണ്ട്, ഉത്തർപ്രദേശ് പിടിച്ചാൽ രാജ്യം പിടിക്കാം എന്നുള്ളത്. അതായത് ഒരു 50 സീറ്റ് ഉത്തർപ്രദേശിൽ ജയിക്കുകയാണെങ്കിൽ ആ പാർട്ടിക്ക് പിന്നീട് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ 272 സീറ്റുകളിൽ 220ഓളം സീറ്റുകൾ മാത്രം മതി. ബാക്കിയുള്ള 37ഓളം സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറികളും ചേർന്നുള്ള പ്രദേശങ്ങളിൽ നിന്ന് 220-230 സീറ്റുകൾ മാത്രം നേടിയാൽ മതി. പരമാവധി ഒരു സംസ്ഥാനത്ത് നിന്നും 7-8 സീറ്റുകൾ മാത്രം സ്വന്തമാക്കിയാൽ മതി. അത്തരത്തിൽ ഉത്തർപ്രദേശ് പിടിച്ചാൽ രാജ്യം പിടിച്ചു എന്നുള്ള ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന തരത്തിൽ ആ രീതിയിൽ ഒരു മുന്നേറ്റം അവിടെ ഉണ്ടാക്കാം. കഴിഞ്ഞ 2014 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ബി.ജെ.പി അത്തരത്തിൽ ഉത്തർപ്രദേശ് തൂത്തുവാരുന്ന, ക്ലീൻ സ്വീപ്പ് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ അത് പൂർണ്ണമാക്കുക, 80 സീറ്റുകളും സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പറയുന്ന അയോധ്യ, ഉത്തർപ്രദേശിലെ അയോധ്യയിൽ നിർമ്മിച്ച രാമക്ഷേത്രം അവിടെ പ്രതിഷ്ഠാ കർമ്മങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കി ബി.ജെ.പി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറെടുപ്പ് നടത്തിയത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ എന്താണ് നമ്മൾ കണ്ടത്? ഉത്തർപ്രദേശിൽ തന്നെ ബി.ജെ.പിക്ക് കാലിടറുന്ന കാഴ്ച കണ്ടു. ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യം, സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഉൾപ്പെടുന്ന സഖ്യം 40-ലധികം സീറ്റുകൾ നേടി വലിയൊരു ജൈത്രയാത്ര നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ ഇന്ത്യയുടെ ഭരണം പിടിക്കാൻ ആ സഖ്യത്തിന് കഴിഞ്ഞില്ല. കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ തുച്ഛമായ സീറ്റുകളുടെ വ്യത്യാസത്തിന് അവർ കാലിടറി വീഴുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. എങ്കിലും മികച്ച ഒരു പ്രതിപക്ഷത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ ആ മുന്നേറ്റത്തിലൂടെ ഇന്ത്യ സഖ്യത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ ബി.ജെ.പിക്ക് തിരിച്ചടി നേരിട്ടു എന്ന് മാത്രമല്ല, ഈ പറയുന്ന രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് കനത്ത തോൽവി നേരിടേണ്ടി വന്നതാണ് ഏറെ രസകരമായ ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു ഐറണി എന്ന് പറയാവുന്ന ഒരു കാര്യം. അതായത് ഫൈസാബാദ് മണ്ഡലത്തിലാണ് ഈ രാമക്ഷേത്രം വരുന്നത്. അവിടെ ബി.ജെ.പി ഈ പറയുന്ന ക്ഷേത്രത്തിന്റെ, രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ഒക്കെ പേരിൽ വലിയ തോതിൽ ഒരുപക്ഷെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ അവിടെ ജയിച്ചു കയറാമെന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് ബി.ജെ.പി മുന്നോട്ട് പോയത്. എന്നാൽ അവിടെ അവർക്ക് നാണം കെട്ടിയ ഒരു തോൽവി സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയിൽ നിന്നും നേരിടേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ
ഈ പറയുന്നത് പോലെ BJP ഈ തെരഞ്ഞെടുപ്പുകളിൽ പയറ്റാറുള്ള വർഗീയ രാഷ്ട്രീയം, ജാതി രാഷ്ട്രീയം, മതരാഷ്ട്രീയത്തെയും ഒക്കെ തന്നെ ജനങ്ങൾ പല ഘട്ടത്തിലും പൂർണ്ണമായും തിരസ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഉത്തർപ്രദേശിലെയും ഒപ്പം തന്നെ അയോധ്യയിലും ഒക്കെ തന്നെ ഫലങ്ങൾ. ഇനിയിപ്പോൾ ബീഹാറിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഈ ആദ്യഘട്ട പ്രചരണം വലിയ രീതിയിൽ ഇന്റൻസിഫൈ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. തീവ്രമായ പ്രചരണവുമായിട്ട്, പരസ്യ പ്രചരണവുമായിട്ട് പ്രമുഖ നേതാക്കളെല്ലാം മുന്നോട്ട് പോവുകയാണ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം അവിടെ തന്റെ ആദ്യ റാലിയിൽ വളരെ ശക്തമായ വിമർശനമാണ് നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിച്ചത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ അടുത്തിടയ്ക്ക് സമാപിച്ച ബീഹാറിന്റെ തന്നെ സാംസ്കാരിക ഉത്സവമായ ഛാട്ട് പൂജ എന്ന് പറയുന്നത് ബീഹാറിനെ സംബന്ധിച്ച് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്, ജീവിതത്തിന്റെ ഭാഗമാണ്. ആ പൂജയുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി ആ പൂജയിൽ പങ്കെടുത്തത് ഒരു നാടകമാണ്, പ്രഹസനമാണ് എന്നൊരു വിമർശനമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചത്? അദ്ദേഹം അന്ന് ചൂണ്ടിക്കാട്ടിയ കാര്യം, ഈ പറയുന്ന ഛാട്ട് പൂജ സമയത്ത് യമുന നദിയിൽ ഈ പറയുന്ന വിശ്വാസികൾ സ്നാനം ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട്. നരേന്ദ്രമോദി ഇതിൽ പങ്കെടുത്തു എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി യമുനയിൽ ഇറങ്ങാൻ പറ്റില്ല. കാരണം അത് ആ രീതിയിൽ മലിനപ്പെട്ട് കിടക്കുന്ന ഒരു നദിയാണ്. ഇന്ന് ആർക്കും അങ്ങോട്ട് തിരിച്ചു നോക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അത് മലിനപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ചടങ്ങിൽ താൻ പങ്കെടുത്തു എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു കൃത്രിമമായിട്ടുള്ള ഒരു കുളം അവിടെ ഈ യമുന നദിയോട് ചേർന്ന് സൃഷ്ടിച്ച് അവിടെ ശുദ്ധജലം നിറച്ചുകൊണ്ട് അതിലാണ് ഈ പറയുന്ന നരേന്ദ്രമോദി ഈ ഛാട്ട് പൂജ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഒരു സ്നാനകർമ്മം നടത്തിയത്. അതാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത്. നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്നതൊക്കെ പ്രഹസനമാണ്. വോട്ട് നേടാൻ വേണ്ടിയിട്ട്, ബീഹാറികളുടെ വോട്ട് നേടാൻ വേണ്ടിയിട്ട് മാത്രമാണ് മോദി ഇത്തരത്തിലൊരു പ്രഹസനം നടത്തിയത്, അല്ലെങ്കിൽ ഛാട്ട് പൂജയിൽ താൻ പങ്കെടുക്കുന്നു എന്ന് വരുത്തി തീർത്തത് എന്നൊരു വിമർശനമാണ്, ശരിയായിട്ടുള്ളൊരു വിമർശനമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. എന്നാൽ ആ വാക്കിൽ പിടിച്ചുകൊണ്ട് ഛാട്ട് പൂജയെ രാഹുൽ ഗാന്ധി അധിക്ഷേപിച്ചു, അപമാനിച്ചു, ബീഹാറിലെ ജനങ്ങളെ അതുവഴി അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് കാല് പിടിച്ച് പ്രചരണം നടത്തുന്ന ഒരു നരേന്ദ്രമോദിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബീഹാറിലെ വികസനത്തെക്കുറിച്ചോ അവിടുത്തെ ജനജീവിതത്തെക്കുറിച്ചോ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ ചർച്ച ചെയ്യാനോ രാഷ്ട്രീയം ശരിയായ രീതിയിൽ ചർച്ച ചെയ്യാനോ നരേന്ദ്രമോദിയോ BJPയോ തയ്യാറല്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നരേന്ദ്രമോദിയുടെ ഇക്കഴിഞ്ഞ വാക്കുകളൊക്കെ തന്നെ. അദ്ദേഹം ഈ തന്നെ വിമർശിച്ചത്, ഛാട്ട് പൂജയിൽ മോദി പങ്കെടുത്തതിനെ രാഹുൽ ഗാന്ധി വിമർശിച്ചപ്പോൾ അത് തനിക്കെതിരായിട്ടുള്ള വിമർശനമാക്കി, അല്ലെങ്കിൽ ആ ഛാട്ട് പൂജയെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും അവമതിച്ചു, അല്ലെങ്കിൽ അതിനെ അവഹേളിച്ചു എന്ന തരത്തിലേക്ക് ഒരു നറേഷൻ ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു പ്രചരണത്തിലേക്ക് നരേന്ദ്രമോദി പോവുകയാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ തന്റെ റാലികളിലൊക്കെ തന്നെ അത് മാത്രമാണ് സംസാരിക്കുന്നത്. വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയം അദ്ദേഹം ബീഹാറിൽ സംസാരിച്ച് നമ്മൾ കാണുന്നില്ല. മറ്റൊരാളെന്ന് പറയുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. അദ്ദേഹവും ഈ പറയുന്നത് പോലെ വർഗീയതയുടെ നമ്പർ 1 പ്രചാരകനാണ്, BJPയുടെ താരപ്രചാരകനാണ് അദ്ദേഹം ഇന്നലെ ബീഹാറിലെ ഹിൽസയിൽ നടത്തിയ ഒരു റാലിയിൽ അദ്ദേഹം പറഞ്ഞത് 2 വർഷത്തിനകം ബീഹാറിലെ ഹിൽസയിൽ സീതാ ക്ഷേത്രം നിർമ്മിക്കും എന്നതാണ്. അതായത് BJPക്ക് ഈ പറയുന്ന പോലെ ക്ഷേത്രങ്ങളും ഒക്കെ തന്നെ പണിയുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ കൊടുത്ത് മാത്രം വോട്ട് നേടാൻ അല്ലെങ്കിൽ വോട്ടർമാരെ സ്വാധീനിക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അയോധ്യയിലെ രാമക്ഷേത്രം പോലെ ബീഹാറിലെ ഹിൽസയിൽ അവിടെ സീതാദേവിയുമായിട്ടുള്ള ബന്ധമൊക്കെ തന്നെ കാട്ടിക്കൊണ്ടാണ് ഈ പറയുന്നത് പോലെ ഹിൽസയിൽ സീതാദേവിക്ക് വേണ്ടി 2 വർഷത്തിനുള്ളിൽ ക്ഷേത്രം തങ്ങൾ പണിയും എന്ന് പറയുന്നത്. ഇതിനുള്ള ഭൂമി നേരത്തെ തന്നെ ഏറ്റെടുത്ത് 5 വർഷം മുൻപ് നിതീഷ് കുമാറും അമിത്ഷായും ചേർന്നാണ് ഭൂമി പൂജയൊക്കെ തന്നെ നടത്തി വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ തങ്ങൾ വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ 2 വർഷത്തിനകത്ത് ആ ക്ഷേത്രം പണിഞ്ഞ് നിങ്ങൾക്ക് നൽകുമെന്നാണ് പറയുന്നത്. അല്ലാതെ ഈ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ, സാധാരണക്കാരുടെ നീറുന്ന ജീവിത പ്രശ്നങ്ങൾ എന്തെങ്കിലും പരിഹരിക്കാനുള്ള, യുവാക്കളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും സ്ഥാപനങ്ങൾ തുടങ്ങുമെന്നോ എന്തെങ്കിലും വ്യവസായങ്ങൾ തുടങ്ങുമെന്നോ ഉള്ള വാഗ്ദാനമല്ല നൽകുന്നത്. മറിച്ച് തങ്ങൾ കുറച്ച് ക്ഷേത്രങ്ങൾ പണിഞ്ഞു കൊടുക്കാം, അമ്പലം പണിഞ്ഞു തരാം, നിങ്ങൾ അവിടെ ചെന്ന് പ്രാർത്ഥിക്കൂ എന്നാണ് പറയുന്നത്. അവിടെ നമ്മൾ ഓർക്കണം, ബീഹാറിൽ പണ്ട് 90കളിൽ ഈ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് തുടക്കം കുറിച്ചുകൊണ്ട് രാജ്യത്താകമാനം വർഗീയത പടർത്തിക്കൊണ്ട് രാജ്യത്തെ ജനങ്ങളെ വിഭജിച്ചുകൊണ്ട് മുൻ ഉപപ്രധാനമന്ത്രി LK അദ്വാനി ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചു തുടങ്ങിയ ഒരു രഥയാത്രയുണ്ടായിരുന്നു. അതിനെ രാജ്യത്ത് പിടിച്ചുകെട്ടിയ ഏക സംസ്ഥാനം എന്ന് പറയുന്നത് ബീഹാറാണ്. അന്ന് ആ ബീഹാറിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ചെറുപ്പക്കാരനായ ലാലു പ്രസാദ് യാദവ് ആയിരുന്നു. അതായത് RJDയുടെ അന്നത്തെ യുവ നേതാവായ ലാലു പ്രസാദ് യാദവ് ആയിരുന്നു. അദ്ദേഹം ആദ്യമായിട്ട് മുഖ്യമന്ത്രിയായ ശേഷമാണ് ഈ പറയുന്ന LK അദ്വാനിയുടെ രഥയാത്ര അതുവഴി കയറി വന്നത്. അന്ന് സമസ്തിപൂരിൽ വെച്ച് ആ രഥയാത്രയ്ക്ക് മുന്നിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് അതിനെ തടഞ്ഞു. നിങ്ങൾ ഈ രീതിയിൽ എങ്ങനെയാണ് പോകുന്നത്, രാജ്യത്തെ വിഭജിച്ചുകൊണ്ട്
അതുകൊണ്ട് ജനങ്ങളെയെല്ലാം വർഗീയത പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഈ രഥയാത്രയിൽ കൂടി ജനങ്ങളെയെല്ലാം ഇല്ലാതാക്കി ചതച്ചരച്ചുകൊണ്ട് നിങ്ങൾ പോകുന്നത് എന്ത് നേടാനാണ് എന്ന ഒരു ചോദ്യമാണ് ലാലു പ്രസാദ് ഉന്നയിച്ചത്. ജനങ്ങളില്ലെങ്കിൽ നിങ്ങൾ ഈ പള്ളികൾ അമ്പലങ്ങൾ പണിഞ്ഞതുകൊണ്ട് എന്താണ് കാര്യം? അമ്പലങ്ങളിൽ പോയി മണിയടിക്കാൻ പിന്നെ ആരാണ് ഉണ്ടാവുക? പള്ളിയിൽ പോയി നിസ്കരിക്കാൻ അവിടെ ആരാണ് ഉണ്ടാവുക? നിങ്ങൾ ജനങ്ങളെ ഇങ്ങനെ ഈ വർഗീയതയിലൂടെ ഇല്ലായ്മ ചെയ്യരുത് എന്നൊരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അന്ന് അദ്വാനിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ ധൈര്യം കാട്ടിയ നേതാവിന്റെ പേരാണ്, അന്നത്തെ മുഖ്യമന്ത്രിയുടെ പേരാണ് ലാലു പ്രസാദ് യാദവ്. അത്തരത്തിൽ വർഗീയതയ്ക്കെതിരെ എന്നും ശക്തമായ പോരാട്ടം നടത്തിയിട്ടുള്ള ഒരു മണ്ണുകൂടിയാണ് ബീഹാർ. അവിടെയാണ് വീണ്ടും വർഗീയത അല്ലെങ്കിൽ മതവികാരം ആളിക്കത്തിച്ചുകൊണ്ട് വോട്ട് നേടി വിജയിക്കാനുള്ള നീക്കവുമായിട്ട് BJP മുന്നോട്ട് പോകുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിരോധം പ്രതിപക്ഷം ഇന്ത്യ സഖ്യം തീർക്കുന്നുണ്ട്. അതിനുള്ള ശക്തമായ മറുപടി ബീഹാറിലെ ജനങ്ങൾ ഇത്തവണ നൽകുമെന്നാണ് ഇന്ത്യ സഖ്യവും കോൺഗ്രസും പ്രതീക്ഷിക്കുന്നത്.